യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വലിയ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാം ഞാൻ ഷോർട്സാണ് ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഒരു ലോങ് വീഡിയോസ് ഇടാമെന്നു. ഇത് രാത്രി ഒരു 5:45-6 മണിയാവും ഗൈസ്. എവിടെ പോവേണമെന്ന് ചോദിച്ചാൽ കോളേജിലോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം നേരെ കോളേജിലോട്ടല്ല, കുഞ്ഞേൻ്റെ അടുത്ത് പോയിട്ടാണ് പോകുന്നത്. കുഞ്ഞേൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ നേരെ ഞാൻ നെടുമങ്ങാടോട്ടുള്ള ബസ് കയറി. എന്തായാലും എനിക്ക് നെടുമങ്ങാട് പോയിട്ടല്ലാതെ പോകാൻ പറ്റില്ല. ഇവിടെ ഡയറക്റ്റ് എനിക്ക് ബസ്സില്ല, കോളേജ് ബസ്സില്ലാത്തതുകൊണ്ട് ഞാൻ നെടുമങ്ങാട് പോയിട്ടാണ് പോണത്. പിന്നെ കോളേജ് ബസ് വെയിറ്റിംഗ് ആണ്, ഇക്ബാൽ കോളേജ് ബസ് എനിക്കുണ്ട് ഇവിടെ നിന്ന് നെടുമങ്ങാട് നിന്ന്. അങ്ങനെ ബസ്സൊക്കെ വന്നു. ഈ ബസ്സിലാണ് ഇനി പോവേണ്ടത്. 1 മണിക്കൂർ ഈ ബസ്സിനകത്ത് ഇരിക്കണം ഗൈസ്. എന്താ അല്ലേ? ഇരിക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ വളരെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ തലകറക്കത്തിന് വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു വെള്ളമൊക്കെ വാങ്ങി വെച്ചു. 7:43 ആയോളൂ, 8 മണിക്കേ ബസ് എടുക്കുള്ളൂ. ബസ്സിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുകയാണ്. കാരണം വെയിൽ എവിടെയാണ് അവിടെ ഞാൻ ഇരിക്കില്ല. എനിക്കൊന്ന് വെയിൽ പറ്റില്ല. വെയിലടിച്ച് കഴിഞ്ഞ അന്നത്തെ ദിവസം പിന്നെ പോക്കാണ് ഗൈസ്. നോക്കണ്ട, ഞാൻ അപ്പുറത്തൊക്കെ മാറി ഒരിടത്ത് സീറ്റ് ഉറച്ച് അപ്പുറത്തിരുന്ന് ഞാൻ ഇപ്പുറത്തേച്ചിരുന്നു. 2 സീറ്റിലിരുന്ന് ഞാൻ ഇപ്പുറത്തേച്ചിരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡിലായിരുന്നു ഗൈസ് വെയിൽ, അപ്പുറത്തെ സൈഡ് വെയിലില്ലായിരുന്നു. മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ, എനിക്കങ്ങനെ പറ്റത്തുള്ളൂ. അബദ്ധങ്ങളല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഇപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരുന്ന് അവസാനം കോളേജൊക്കെ എത്തി. ഇവിടെ വഴിയൊന്നും ഞാൻ ഇട്ടില്ല, വഴിയിലൊക്കെ ഞാൻ ഉറക്കുമായിരുന്നു ബസ്സിലിരുന്നു. അപ്പോൾ ബസ്സിൽ എവളുണ്ടായിരുന്നു. എവളും എൻ്റെ കൂട്ടുകാരിയാണ്, അമൃതി എന്നാണ് പേര്. അങ്ങനെ അവളും ഞാനും കൂടെ ഒരുമിച്ച് പിന്നെ ക്ലാസ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ പ്ലാൻ ക്ലാസ്സിലോട്ടായിരുന്നില്ല, ടോയ്ലറ്റിലോട്ടായിരുന്നു. നമ്മൾ ടോയ്ലറ്റിൽ പോണത് കണ്ണാടി നോക്കാനാണ്, വേറെ അല്ലാതെ അവിടെ പോയിട്ട് വേറെ പണിയൊന്നുമില്ല നമ്മൾ പോകില്ല. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് അങ്ങോട്ടാണ് നമ്മുടെ ക്ലാസ്സും. നമ്മൾ രണ്ടുപേരും കൂടെ നേരെ ചീപ്പും ലിപ്സ്റ്റിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം എടുത്ത് മുടി കെട്ടി സെറ്റായിട്ടൊക്കെ ക്ലാസ്സിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ സുന്ദരി വന്നു. ഇതാണ് എൻ്റെ സുന്ദരി ദേവിക, സ്വീറ്റ് ഗേൾ. നമ്മൾ രണ്ടുപേരും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ അവൾ ആ മുഖം അങ്ങനെ മറച്ച് വെക്കും. അതിന് ഞാൻ വഴക്ക് കൊടുത്തതാണ്, എന്തിനാ നീ ഇങ്ങനെ മുഖം മറച്ച് വെക്കണേ? അവളുടെ കണ്ണാണ് അവൾക്ക് ക്യൂട്ട് എന്നവൾ പറയും. ക്യൂട്ട് തന്നെ. പിന്നെ ഇതാണെങ്കിൽ എന്തോ ആണെന്നുള്ള വിചാരത്തിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഇവളുടെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ചിരി കേട്ടാ. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലുള്ള വേറെ ക്ലാസ്മേറ്റ്സ് ഒക്കെ. ഇവരെയൊന്നും ഞാൻ ഇതുവരെയായിട്ട് വീഡിയോസിലൊന്നും കാണിക്കാത്തതുകൊണ്ട് ഇവരെയൊക്കെ കാണിച്ചു. പക്ഷെ അവർക്ക് ഭയങ്കര ഷൈ ആണെന്ന് തോന്നുന്നു. ബാക്കി ഇരിക്കുന്നവർക്ക് നമുക്ക് പിടിച്ചില്ല, അതുകൊണ്ട് അവളും കൂടെ ഒന്ന് ഇത് കാണിച്ച്. ഞാനിത് വെക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വെക്കാം. അവൾക്ക് ഭയങ്കര നാണം, അങ്ങ് ബ്ലാക്ക്, അവൾക്ക് ഭയങ്കര നാണം. അവളുടെ പേര് ഷഹാന. ഭയങ്കര നാണം. അങ്ങനെ നമ്മളെന്ത് വിചാരിച്ച് തെണ്ടിത്തിരി ഇറങ്ങാം അങ്ങനെയൊക്കെ വിചാരിച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. എന്ത് ചെയ്യാൻ, ഇവർക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അസൂയാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ് കോളേജിൻ്റെ. നമ്മൾ വലിയ സാധനമൊന്നും വാങ്ങിച്ചില്ല, എനിക്ക് 10 രൂപയ്ക്കുള്ളതേ വാങ്ങിച്ചു. ഗൗരി വന്നില്ല, ഒരാളും കൂടെ ഇനി അവിടെ അതിലുണ്ട്, അവൾ വന്നില്ല. അവൾക്കുള്ളതും കൂടെ നമ്മൾ വാങ്ങിച്ച് വെച്ചു. അവിടെ പിന്നെ അടിയായി, അത് ആര് പിടിക്കും എന്നുള്ളതിലായി. ഞാനും ഉണ്ട് അതിൽ. അങ്ങനെ പിന്നെ 5 പേരും വന്നു. 5 പേര് ഒരുമിച്ചിരിക്കണം, എന്നാലേ ഒരു സാറ്റിസ്ഫാക്ഷനുള്ളൂ. അങ്ങനെ നമ്മൾ 5 പേരും ഒരുമിച്ച് അങ്ങനെ ഇരിപ്പായി. നമ്മൾ ഓരോ കുറ്റങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഓരോ കുറ്റം പറയും. ആരെങ്കിലും ഒരാൾ ഊക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലാണ്. നൈസാണ് ശരിക്കും പറഞ്ഞാൽ. സ്കൂൾ ലൈഫെക്കാട്ടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ കോളേജ് ലൈഫാണ്. ഐ ലൈക്ക് എല്ലാവരെയും കണ്ടാ ഉമ്മ കൊടുത്തു. നമ്മൾ പിന്നെ ബോറടിച്ചൊക്കെ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ ലൈവ് ഇടലാണ് പണി, വേറെ പണിയൊന്നും നമുക്കില്ല അവിടെ. ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പണിയുണ്ട്. ഇപ്പം അങ്ങനെ നമ്മളെ പഠിപ്പിച്ച് തുടങ്ങാത്തതുകൊണ്ടും വെറുതെ ഇരിപ്പായതുകൊണ്ട് നമ്മൾ ലൈവൊക്കെ ഇട്ട് കുറച്ച് പേരുടെ മറുപടിയും കേട്ട് നമ്മൾ അവരിന് റിപ്ലൈ കൊടുത്ത് വെറുതെ ഇരിക്കും. അവൾ ലൈവ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ലൈവ് ഇടും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ക്ലാസ്സിലെ പോക്ക്. ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, എന്തോ സിവിൽ സർവീസിൻ്റെ ഇതുപരമായിട്ട് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പകുതി ഇരുന്നോളൂ, ബാക്കി എല്ലാവരും നമ്മൾ പുറത്തിറങ്ങി. നൈസാ നമ്മളെല്ലാവരും പുറത്തിറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ബോറാണ് ഇങ്ങനെ എനിക്കത് ഇഷ്ടമല്ല. കസേരവില്ലായിരുന്നെങ്കിൽ പിന്നെയും ബെഞ്ചിലിരിക്കുന്നതാണ് ഗൈസ് പാടും. നമ്മളപ്പോൾ പ്ലാൻ ചെയ്തൊക്കെ ഇരിക്കുന്നത് പുറത്തിറങ്ങണം. കുറച്ച് പേരുടെ ഇതൊക്കെ കേട്ടു. നമ്മുടെ പ്രിൻസിപ്പൽ പിന്നെ ആരൊക്കെയോ സംസാരിച്ചതൊക്കെ കേട്ടിട്ട് വിചാരിച്ചു നൈസാ പുറത്തിറങ്ങാം.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പരിപാടി തുടങ്ങിയപ്പം നമ്മൾ ക്ലാസ്സിൽ കയറി. പരിപാടികളൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്. ആ ചേട്ടൻ്റെ പാട്ട്, ചേട്ടന്മാരെയൊക്കെ പാട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ ബാക്കിൽ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു, വൈബായിരുന്നു. ടീച്ചർമാരും അത്ര പ്രശ്നങ്ങളില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അത്രയ്ക്ക് നമ്മുടെ സ്കൂളിലെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ അങ്ങനെ നമ്മൾ കൂടുതൽ കണ്ടില്ല. നമ്മുടെ HOD അതിൻ്റെ ഇടയിലുണ്ട്. HOD കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അതാണ് നമ്മുടെ BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസിൽ HOD ആണ്. അവർ പാവമാണ്, എന്നാലും കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ എൻ്റെ പണ്ടത്തെ തൊട്ടുള്ള സീനിയേഴ്സാണ് ഇവർ. കൊച്ചിലെ രണ്ട് പേര് കേട്ടോ. കൊച്ചിലെ തൊട്ടേ എൻ്റെ സീനിയേഴ്സായിട്ട് എവിടെ പോയാലും കാണും, ഏത് സ്കൂളിൽ പോയാലും കാണും ഇവർ. അങ്ങനെ ഇവർ ഡാൻസൊക്കെ നൈസായിരുന്നു. പിന്നെ നന്ദു എന്നൊക്കെ വിളിക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. പിന്നെ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ അങ്ങോട്ട് കയറിയൊന്നുമില്ല, പ്രിൻസിപ്പൽ ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവിടെ എന്തോ ഫയലും പേപ്പറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയത്. അങ്ങനെ ഇവിടെ നമ്മുടെ ക്ലാസ്സിലെ ഒരു ക്ലാസ്മേറ്റാണ്, പേര് ഫാത്തിമ. അപ്പം ഇവിടെ എൻ്റെ വീഡിയോസ് തന്നെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാൻ, ക്ലാസ്സിൽ എല്ലാവരും ടീച്ചർ ആരും വന്നില്ല, മിസ്സും ടീച്ചർ ആരും വന്നില്ല. നമ്മൾ ജസ്റ്റ് എന്തോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെയാണ് മഴയൊക്കെ പെയ്ത് വിചാരിച്ച് മഴയുടെയൊക്കെ വീഡിയോസ് എടുക്കാമെന്ന്. നല്ല രസമാണ് ഗൈസ്. നമ്മൾ 3ാമത്തെ നിലയിലായതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ മഴ വീണത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആ മഴയുടെയൊക്കെ ഒരു ഇത് നൈസാണ്. പിന്നെ നമുക്ക് സാറ് വന്നിട്ട് ഒരു ഇത് തന്നു, വർക്ക്. ഇംഗ്ലീഷ് ന്യൂസിനെ നമ്മൾ മലയാളം ന്യൂസാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ നിന്ന്. അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു വീട്ടിൽ പൊക്കും, എല്ലാവരും പൊക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കൂടെ ബസ് കയറി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പാലോടാണ് ഇറങ്ങണം. പാലോട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ വേറെ, ഞാൻ വേറെ. ഇന്നത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ഈ ബസ്സിലാണ് പോണത്. അത്രയാണ്. ഇന്ന് വേറെ അങ്ങനെ വിശേഷമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലോട്ടാണ്. 1.5 മണിക്കൂർ യാത്ര. ഓക്കെ, ബൈ ഗൈസ്.